എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +2 പബ്ലിക് എക്സാം റിസൾട്ട് 2025 +2 പബ്ലിക് എക്സാം പരീക്ഷാഫലം ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ ഒഫീഷ്യലി അനൗൺസ്മെന്റ് ചെയ്യും. 3:30 മുതൽ വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. അപ്പോൾ നിരവധി വിദ്യാർത്ഥികൾ ചോദിച്ച സംശയമാണ്, ഡി പ്ലസ് ഒക്കെ കിട്ടിയാൽ പാസ്സാകുമോ, ജയിക്കാൻ എത്ര മാർക്ക് വേണം? ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് എന്താണ്? വേറെ ആരുടെയും തന്നെയല്ല, എൻ്റെ +2വിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആ മാർക്കുള്ള ഭാഗം മാത്രമാണ്. നിങ്ങളുടെ റിസൾട്ട് വരുന്നതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഇങ്ങനെയല്ല. എനിക്ക് ആ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് വെബ്സൈറ്റിൽ നിന്ന് ഞാൻ എടുക്കാൻ നോക്കിയിരുന്നു. ഒരു വെബ്സൈറ്റിൽ നിന്നും കഴിഞ്ഞ വർഷത്തെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റുമോ നോക്കിയിരുന്നു എൻ്റെ. ബട്ട് അതിനുള്ള ലിങ്ക് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സർട്ടിഫിക്കറ്റിൻ്റെ ആ പോർഷൻ മാത്രം മുറിച്ച് വെച്ചത്. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വരുന്ന പ്രിൻ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ബട്ട് അത് പോയി. അത് ഞാൻ വെബ്സൈറ്റിൽ നിന്ന് എടുക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഈ പ്രിൻ്റ് വെച്ചിരിക്കുന്നത്. ഈ പ്രിൻ്റ് വെച്ച് ഏതായാലും നമുക്കിത് ജയിച്ചോ ഇല്ലയോ എന്നുള്ള മാർക്ക് വെച്ച് താരതമ്യം ചെയ്യാൻ ഈ പ്രിൻ്റ് തന്നെ ധാരാളം. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലിലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പറയുവാണെങ്കിൽ എൻ്റെ +2വിൻ്റെ മാർക്കാണ്. നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ ഈ പ്രിൻ്റ് ഔട്ട് ആയിരിക്കണം നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാൻ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് നോക്കിയതാണ്. ബട്ട് എനിക്കത് ഡൗൺലോഡ് ചെയ്യാൻ വെബ്സൈറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ട് അത് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പ്രിൻ്റ് ഔട്ട് വെച്ച് തൽക്കാലം ചെയ്തത്. ഇതിൽ നിങ്ങൾക്ക് എൻ്റെ +1ൻ്റെ മാർക്കും +2വിൻ്റെ മാർക്കും നിങ്ങൾ കാണാൻ സാധിക്കുന്നത് ഈ ഭാഗത്ത് കിടക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ കാണുന്ന മാർക്ക് ഞാൻ +1 എഴുതിയെടുത്ത മാർക്കാണ്. ഇത് ഇംഗ്ലീഷ് എന്ന എക്സാമിൽ നിങ്ങൾ നോക്കുമ്പോൾ ഇംഗ്ലീഷ് എക്സാമിൽ എനിക്ക് ഇതാണ് ഇംഗ്ലീഷ് എക്സാമിൽ എനിക്ക് ഫസ്റ്റ് ഇയറിൽ 19 മാർക്കാണ് CE മാർക്കായിട്ട് ലഭിച്ചത്. 37 മാർക്ക് ഞാൻ എഴുതിയെടുത്തു. ഇനിയിപ്പോൾ അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ മാർക്കാണ് നിങ്ങൾ ഈ കാണുന്നതാണ് എൻ്റെ സെക്കൻഡ് ഇയർ മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ മാർക്കാണ് സാധിക്കുക എല്ലാ വിഷയത്തിനും. ആ 20 എന്ന് കാണുന്നത് എനിക്ക് +2വിൽ കിട്ടിയ CE മാർക്കാണ്. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ ഇംഗ്ലീഷിൽ ഈ 48 കാണുന്നതാണ് ഞാൻ +2വിൽ മാത്രം 48 മാർക്ക് എഴുതിയെടുത്തത്. +1ൽ 37 വേറെയുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടത് ഫസ്റ്റ് ഇയർ +1 24, +2 24 എന്നിങ്ങനെ 2 മാർക്കാണ് നിങ്ങൾക്ക് പാസ് മാർക്കായിട്ട് വേണ്ടത്. ടോട്ടൽ 48. അപ്പോൾ ഈ 48 കിട്ടുന്ന വിദ്യാർത്ഥികൾ +1 +2 ആയിട്ടോ 48 കിട്ടുന്ന വിദ്യാർത്ഥികൾ 2 24 വേണം എടുക്കാം. അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും നിങ്ങൾ എഴുതിയ മാർക്ക് 48 മാർക്കായിട്ട് തികഞ്ഞിരിക്കണം. ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും, എനിക്ക് 1200 എന്ന വലിയ സംഖ്യയിൽ നിന്നും എനിക്ക് 924 മാർക്കാണ് എനിക്കുള്ളത് 1200 എന്ന വലിയ സംഖ്യയിൽ നിന്നും. അപ്പോൾ വാട്ടെവർ A+ കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. A+ കാര്യങ്ങളൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് മലയാളം പരീക്ഷ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ 71 ഞാൻ എഴുതിയെടുത്തു, സെക്കൻഡ് ഇയറിൽ 62. അപ്പം നിങ്ങൾക്ക് ഈ സ്ക്രീൻഷോട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പാസ് മാർക്ക് D or D+ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാണ്, നിങ്ങൾ ഫെയിൽ ആവൂലെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. D or D+ ഒക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ പാസ്സാവൂലെന്നല്ല, ഫെയിൽ ആവില്ല. D or D+ ഒക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ പാസ്സാകും, ഫെയിൽ ആവില്ല, അതോർത്ത് പേടിക്കേണ്ട. ബട്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആയിപ്പോയി കഴിഞ്ഞാൽ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫെയിൽ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫെയിൽ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എൻ്റെ +2 റിസൾട്ട് വെച്ച് ഞാൻ താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തത്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുക്കുമ്പോൾ എനിക്ക് ഹിസ്റ്ററി എന്ന വിഷയത്തിന് 20 മാർക്ക് ഫസ്റ്റ് ഇയറിൽ C ഉണ്ട്, സെക്കൻഡ് ഇയറിൽ 60 മാർക്ക് എഴുതിയെടുത്തത് 60 മാർക്ക്. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ 20 മാർക്ക് CE കിട്ടി, 71 മാർക്ക് സെക്കൻഡ് ഇയറിലെ പരീക്ഷയിൽ 71 മാർക്ക് ഞാൻ പേപ്പറിൽ എഴുതി വാങ്ങി 80-ൽ. അപ്പം 71 മാർക്ക് എന്ന് പറയുമ്പോൾ അത് 72 ആയിരുന്നെങ്കിൽ A+ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഫസ്റ്റ് ഇയറിലും കൂടി 72-ന് മേലെയൊക്കെ വേണ്ടേ.
അപ്പോൾ എ പ്ലസ് കിട്ടില്ലായിരുന്നു. എന്തായാലും എ പ്ലസോ കാര്യങ്ങളോ ഒന്നുമില്ല. ബട്ട് എന്ത് ചെയ്തു, നല്ല മാർക്കോട് കൂടി തന്നെ എന്ത് ചെയ്യാൻ പറ്റി, പാസ്സായി. ഈ റിസൾട്ട് നിങ്ങൾക്ക്, എൻ്റെ ഈ റിസൾട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യമാണ്, എന്താണ്, എ പ്ലസ്സുകളില്ല പക്ഷെ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെന്നുള്ളത്. എനിക്ക് പ്ലസ് ടുവിൽ 77% മാർക്ക് ഉണ്ടായിരുന്നു. എനിക്ക് പ്ലസ് ടുവിൽ 77% മാർക്കുണ്ട്. പക്ഷേ എൻ്റെ കൂടെ പഠിക്കുന്നവർ ചിലർക്കൊക്കെ, എനിക്ക് പരിചയമുള്ള വിദ്യാർത്ഥികൾക്ക് 68% മാർക്കുള്ളവരുണ്ട്, 3 എ പ്ലസ് വരെ ഉള്ളവരും ഉണ്ട്. 68% മാർക്കും അതുപോലെ തന്നെ 3 എ പ്ലസ് ഉള്ളവരും ഉണ്ട്. അല്ല, അപ്പം നിങ്ങൾ ചിന്തിക്കും, അതെന്താണ് ഇപ്പം അങ്ങനത്തെ ഒരു കാര്യത്തിൻ്റെ കിടപ്പ്, അതെങ്ങനെ അങ്ങനെ വരുന്നത്? ഇവിടെ 77 ഉണ്ടായിട്ട് എനിക്കെന്തില്ലല്ലോ, എ പ്ലസ്സുകളൊന്നും ഇല്ലല്ലോ. പിന്നെ എങ്ങനെ 68 കിട്ടിയവർക്ക് എ പ്ലസ് കിട്ടുന്നത്? നിങ്ങൾക്ക് എൻ്റെ ഈ മാർക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്നാൽ, എല്ലാ വിഷയങ്ങളിലേക്കും മാർക്ക് ചിതറിയാണ് കിടക്കുന്നത്. അതായത് ഒരു വിഷയത്തിന് ഒട്ടും കുറഞ്ഞു പോയിട്ടുമില്ല, എന്നാൽ എ പ്ലസിലേക്ക് എത്താനുള്ള മാർക്കും ഇല്ല. പക്ഷേ 68 കിട്ടിയ ആ വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾക്ക്, അത് ഞാൻ പറഞ്ഞ 68 കിട്ടിയ എൻ്റെ ആ ഫ്രണ്ടിന് എങ്ങനെയാണ് 3 എ പ്ലസ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവനെന്താണ്, ആ 3 വിഷയത്തിന് എ പ്ലസ് മാർക്കുണ്ട്, ബട്ട് മറ്റ് 3 വിഷയങ്ങൾ ജസ്റ്റ് പാസും. മറ്റ് 3 വിഷയങ്ങൾ പാസ്സായി, ബാക്കിയുള്ള 3 വിഷയത്തിന് നല്ല മാർക്കുണ്ട്, എ പ്ലസ് മാർക്കുണ്ട്. ബട്ട് എൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾക്ക് ഈ റിസൾട്ട് കാണുമ്പോൾ ഫസ്റ്റ് ഇയറിലായാലും സെക്കൻഡ് ഇയറിലായാലും എന്താണ്, ഒട്ടും മോശമില്ലാത്ത റിസൾട്ട് ഉണ്ട്, എന്നാൽ അത് എ പ്ലസിലേക്ക് കിട്ടും. എന്നാൽ ഇത് അത്യാവശ്യം നല്ല മാർക്കും ഉണ്ട്, ബട്ട് അത് എ പ്ലസിലേക്ക് എത്തിയിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ റിസൾട്ടിൽ സംഭവിച്ചത്. മറ്റു വിദ്യാർത്ഥിക്ക് 68 ഉണ്ടായിട്ട് എ പ്ലസ് കിട്ടിയാണ്, 3 വിഷയത്തിന് എ പ്ലസ് മാർക്ക് കിട്ടി, 3 വിഷയം കഷ്ടിച്ച് പാസ്സായി. പക്ഷേ എൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 6 വിഷയത്തിനും എ പ്ലസ് ഇല്ല, ബട്ട് എന്ത് ചെയ്തു, അത്യാവശ്യം നല്ല മാർക്കോടെ കയറും ചെയ്തത്. എന്താണ്, ഒട്ടും പുറകോട്ടും പോയിട്ടില്ല, എന്നാൽ എ പ്ലസിലേക്ക് എത്തിയിട്ടുമില്ല. അതാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ ഈ എ പ്ലസിനെ കഴിഞ്ഞ് നമ്മൾ ഏറ്റവും കൂടുതൽ, എ പ്ലസ് വേണ്ട എന്നല്ല ഞാൻ പറയാൻ വരുന്നത്, എ പ്ലസ് വേണം. പക്ഷേ നമുക്ക്, ഞാൻ ആദ്യമേ പറഞ്ഞു 1200 എന്ന വലിയ സംഖ്യ. നിങ്ങൾ ഡിഗ്രി അഡ്മിഷന് പോകുമ്പോൾ അവിടെ ചോദിക്കുന്നത് നിനക്ക് എത്ര എ പ്ലസ് കിട്ടിയെന്നല്ല, നിനക്ക് പ്ലസ് ടുവിൽ എത്ര എ പ്ലസ് ഉണ്ടെന്ന് അവിടെ ആരും ചോദിക്കില്ല. നിങ്ങൾ ഡിഗ്രി അഡ്മിഷന് പോകുമ്പം, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷനായി കൊടുക്കുമ്പം നിങ്ങൾക്ക് എത്ര എ പ്ലസ് കിട്ടിയെന്നല്ല അവിടെ ഇരിക്കുന്ന എന്ത് ചെയ്യുന്നത്, അഡ്മിഷൻ വിൻഡോ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ നോക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ ആയി ചെല്ലുമ്പോൾ അവിടെ അധ്യാപകർ നിങ്ങളുടെ ഡീറ്റെയിൽസ് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര എ പ്ലസ് കിട്ടിയെന്നല്ല, ഈ 1200 പ്ലസ് 1 600 പ്ലസ് 2 600, പ്ലസ് 1 600 പ്ലസ് 2 600, ഈ 1200-ൽ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്ന് മാത്രമേ അളക്കപ്പെടുകയുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് എത്ര എ പ്ലസ് ഉണ്ട്, നിനക്ക് എത്ര എ പ്ലസ് ഉണ്ട്, 6 എ പ്ലസ്, 5 എ പ്ലസ്, 4 എ പ്ലസ്, 3 എ പ്ലസ്, 1 എ പ്ലസ്, 1 എ പ്ലസ് എന്നൊന്നും ആരും നോക്കിയല്ല. എ പ്ലസിൻ്റെ കണക്ക് അവിടെ അളക്കപ്പെടുകയേയില്ല. 1200 എന്ന വലിയ സംഖ്യയിൽ പ്ലസ് 1 600 പ്ലസ് 2 600, ഈ 1600 എന്ന വലിയ സംഖ്യയിൽ നിങ്ങളെത്ര സ്കോർ ചെയ്തു. ഇപ്പോൾ എൻ്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ 924 മാർക്കാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിച്ചത്. 1200-ലാണ് ടോട്ടൽ, അതിൽ 924 മാർക്കാണ് എനിക്ക് കിട്ടിയത്. അതുപോലെയാണ് നിങ്ങളെ അളക്കപ്പെടുന്നത്. ഈ 1200 എന്ന മാർക്കിൽ നിങ്ങൾ എത്ര സ്കോർ ചെയ്തു, ഈ 1200 എന്ന ആ സംഖ്യയിൽ നിന്ന് നിങ്ങൾക്ക് എത്ര വാങ്ങാൻ സാധിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ എത്ര മാർക്ക് വാങ്ങി എന്നാണ് അവിടെ അളക്കപ്പെടുക. അല്ലാതെ നിങ്ങൾക്ക് എത്ര എ പ്ലസ് കിട്ടിയെന്നല്ല. ഇപ്പം ഞാൻ നേരത്തെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നൊരു കാര്യം തന്നെയാണ് ഞാൻ ആ വീഡിയോയിൽ പ്ലസ് ടുവിൽ ഇത്ര എ പ്ലസ് മേടിച്ചാലേ ഡിഗ്രി അഡ്മിഷൻ കിട്ടുകയുള്ളൂ എന്ന് ഞാൻ ആ വീഡിയോയിൽ പറയുന്നില്ല. മെയിനായിട്ട് മുൻതൂക്കമായിട്ട് പറഞ്ഞ കാര്യം ഇതാ, പേഴ്സൻറ്റേജാണ്, നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ പേഴ്സൻറ്റേജാണ്. അല്ലെങ്കിൽ 1200 എന്ന വലിയ സംഖ്യയിൽ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, സ്കോർ ചെയ്യണമെന്നാണ്. അല്ലെ, 1200 എന്ന വലിയ സംഖ്യയിൽ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്നാണ് അളക്കപ്പെടുന്നതെന്നാണ് ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ എവിടുന്ന് ഉണ്ടാക്കി പറയുന്നല്ല, ആരുടെയും അനുഭവത്തിൽ നിന്നില്ല, എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്. കാരണം ഞാൻ കഴിഞ്ഞ വർഷം, നിങ്ങൾ ഈ 2025-ൽ ഡിഗ്രി പാസ് ഔട്ടായി ഇറങ്ങുന്നു, ഞാൻ കഴിഞ്ഞ 2024-ൽ ഡിഗ്രി പാസ് ഔട്ടായി ഇറങ്ങുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഇറങ്ങി, ഈ വർഷം ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലേക്ക് പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ അഡ്മിഷന് പോയപ്പോൾ എന്നോട് അവിടുത്തെ സാറുമാർ ചോദിച്ചത് നിനക്ക് എത്ര എ പ്ലസ് ഉണ്ടായിരുന്നല്ല. യൂണിവേഴ്സിറ്റിക്കാർ എനിക്ക് അഡ്മിഷൻ തന്നത് എൻ്റെ എ പ്ലസിൻ്റെ എണ്ണം നോക്കിയിട്ടല്ല. കാരണം എ പ്ലസിൻ്റെ എണ്ണം നോക്കിയിട്ടാണ് എനിക്ക് എ പ്ലസേ ഇല്ല, അതാണ് വാസ്തവം.
ഈ 1200 എന്ന സംഖ്യയിൽ ഞാൻ എത്ര സ്കോർ ചെയ്തു എന്ന് മാത്രമേ അവിടെ അടക്കപ്പെടുന്നുള്ളൂ. 1200. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ നിങ്ങൾക്ക് SLC വരെയൊക്കെ സാധാരണ ഭയങ്കര വാശിയാണ്. 10A+, ഫുൾ A+, അത് വേണം ഇത് വേണം. പക്ഷേ +2ലും 6A+ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലെക്സും കാര്യങ്ങളും നിങ്ങൾക്ക് നല്ല സ്വീകരണമൊക്കെ കിട്ടുമായിരിക്കും. ബട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ 3A+ കിട്ടിയ കുട്ടിക്ക് 68% മാർക്ക്. എന്നാൽ എനിക്ക് A+ ഇല്ല, 77% മാർക്കുണ്ട്. കാരണം എന്താണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡായി പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ A+ എന്ന സ്വപ്നം നിങ്ങൾക്ക് വേണം. അതിലുപരി എന്ത് വേണം? A+ എന്ന സ്വപ്നം വേണ്ടെന്നല്ല, അതിലുപരി 1200 എന്ന വലിയ സംഖ്യയിൽ നിങ്ങൾക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ +2 ജീവിതത്തിൽ ഞാനെന്ന് പറഞ്ഞാൽ ഒരു പടയോട്ടം തന്നെയായിരുന്നു. ഈ 1200 എന്ന സംഖ്യയിൽ മാക്സിമം സ്കോർ ചെയ്യണം. എന്നെക്കൊണ്ടാവുന്നത്, എൻ്റെ കഴിവിൻ്റെ പരമാവധി എന്ത് ചെയ്യണം, എനിക്ക് സ്കോർ ചെയ്യണം എന്നുള്ള വാശിയിലായിരുന്നു. ആ വാശിയിലാണ് എനിക്ക് 924 എത്തിക്കാൻ സാധിച്ചത്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെയൊക്കെ മാർക്ക് എടുത്താലും ഒരു 1000-ന് മേലെയൊക്കെ മാർക്ക് എടുക്കുന്നുണ്ടായിരുന്നു. 924 കണ്ടപ്പം 1200-ലാണ്. ഒരു 1000-ന് മേലേക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു. വാട്ടെവർ നടന്നില്ല. ഓക്കെ, നടന്നില്ല. ഓക്കെ, കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടും. ഉള്ളതും കൊണ്ട്, സാധാരണ നമ്മൾ പറയാറില്ലേ ഒരു പഴഞ്ചൊല്ലൊക്കെ, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നൊക്കെ പറഞ്ഞല്ലേ, അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, കിട്ടിയത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം നിങ്ങളുടെ A+ എന്ന സ്വപ്നങ്ങൾ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ബട്ട് A+-ലുപരി എന്തു വേണം? 1200 എന്ന വലിയ സംഖ്യയിൽ നിങ്ങൾക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റി എന്ന് മാത്രമാണ് ഡിഗ്രി അഡ്മിഷനൊക്കെ അളക്കപ്പെടുക. D or D+ ഒക്കെ കിട്ടിയാൽ പാസ്സാകും. D+ ഒക്കെ കിട്ടിയാൽ പാസ്സാകും. നമ്മൾ മെയിനായിട്ട് വീഡിയോ എടുത്തത് അതിനു വേണ്ടി തന്നെയാണ്. ഒരു E ഗ്രേഡൊക്കെയാണ് നിങ്ങൾക്ക് വരുന്നെങ്കിൽ നിങ്ങൾ ഫെയിലായി പോകും. നിങ്ങൾ സപ്ലൈ എഴുതേണ്ടി വരും. ഇതിൽ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ പുതിയ കാണുന്നവരുമായി നമസ്കാരം. ഫൗണ്ടർ ഓഫ് സ്ക്രേ ഫോർ ദ കരിയർ. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.